നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് പല്ലവി ഋതുവിനെ ഉപദേശിക്കുവാണ്. ഋതു ആണെങ്കിൽ സ്വന്തം കുഞ്ഞാണ്, അതിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഫീഡ് ചെയ്യാൻ തന്നെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. നിർബന്ധം പിടിച്ചാൽ മാത്രമേ അവള് ഫീഡ് ചെയ്യത്തുള്ളൂ. അത് മാത്രമല്ല, കുഞ്ഞ് കടന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കത്ത് പോലുമില്ല. പല്ലവി ഋതുവിനോട് പറഞ്ഞു, ഋതു, നീ പ്രസവിച്ച നിന്റെ കുഞ്ഞല്ലേ? ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് നിനക്ക് എങ്ങനെ ഇവിടെ കിടക്കാൻ തോന്നും? ദേ പല്ലവി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആദ്യമേ ഞാൻ പറഞ്ഞ എനിക്ക് ആ കുഞ്ഞിനെ ഇഷ്ടമില്ലാന്ന്. വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എനിക്ക് വയറ്റ് വെച്ച് തന്നെ ആ കുഞ്ഞിനെ ഇഷ്ടമില്ലായിരുന്നു. ആ ഇന്ദ്രന്റെ ആ ചെറുത്താന്റെ കുഞ്ഞല്ലേ അത്. ഇങ്ങനൊന്നും പറയരുത് ഋതു. നീ വയറ്റിൽ ഇത്രയും മാസം 8 മാസക്കാലം നീ വയറ്റിലിട്ടോണ്ട് നടന്ന കുഞ്ഞല്ലേത്. എത്രയെന്ന് പറഞ്ഞൊരു പൊക്കിൾക്കൊടി ബന്ധം ഒന്നും കാണില്ലെന്ന് ചോദിച്ചു. പൊക്കിൾക്കൊടി ബന്ധം, എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴാ ദേഷ്യം വരുന്നേ. എനിക്ക് എന്താണല്ലോ ആ കുഞ്ഞിനെ നോക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഋതു അമ്പിനും വില്ലിനും അടുത്തില്ല. എന്ത് ചെയ്താലും താൻ കുഞ്ഞിനെ നോക്കില്ലെന്ന് ഒരേ ഒരു വാശിയില്ല ഋതു. ഒടുവില് പല്ലവി പറഞ്ഞു, ഇനി എനിക്ക് കൂടുതലായിട്ട് നിന്നോടൊന്നും പറയാനില്ല. അത് കുഞ്ഞാന്നുള്ളൊരു പരിഗണനയെങ്കിലും മതി. പാല് കുടിക്കുന്ന കുഞ്ഞല്ലേ, ആഹാരം കഴിക്കാറായതാണ്. പിന്നെ ഞങ്ങൾ നോക്കിയാലും. പക്ഷെ ഇപ്പൊ ഞങ്ങളെ കൊണ്ട് നോക്കുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലെന്ന് ചോദിച്ചു. മാക്സിമം പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഋതു സമ്മതിക്കുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പല്ലവി ആകെപ്പാടെ വിഷമത്തോടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. പൂർണിമയൊക്കെ കാര്യം തിരക്കി. അപ്പൊ പൂർണിമയുടെ കാര്യങ്ങൾ പറയണം. ഇത് കേട്ടപ്പോൾ പൂർണിമ പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ നമ്മളെന്ന് ചോദിച്ചു. എനിക്കറിയില്ല. അവളുടെ കാര്യം ഓർത്തിട്ട് ആകെപ്പാടെ ടെൻഷനാന്ന് പറഞ്ഞു. ഈ സമയത്ത് സേതു പല്ലവിയെ വിളിച്ചു. പല്ലവിയെ വിളിച്ചിട്ട് പല്ലവി അങ്ങോട്ട് മാറി അങ്ങോട്ട് പോവാണ്. പിന്നീട് സേതു പറഞ്ഞു, പല്ലവി, എനിക്ക് നല്ലൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? സ്വാതിയുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ വന്നില്ലേ, ഇനിയിപ്പോ അവനാണോ അയാളെന്ന്. ഏതാള്? അല്ല, എനിക്കൊരു അജ്ഞാത ഫോൺ കോൾ വന്നില്ലേ, സ്വാതി ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ കറങ്ങി അടിച്ച് നടക്കുവന്ന്. ഇനിയിപ്പോ അവനാണോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഏയ്, നമ്മുടെ സ്വാതി അത്രക്കാരിയൊന്നും അല്ല. പിന്നെ അവര് തമ്മിൽ അങ്ങനെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമൊന്നും വരുന്നില്ല. അവന്റെ പെരുമാറ്റവും മട്ടും ഭാവവും കണ്ടിട്ട് എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് സേതു കണ്ട് വെറുതെ തോന്നാ. ആള് പാവാന്ന് തോന്നേ. കണ്ടിട്ടൊരു ജെന്റിൽമാൻ ലുക്കൊക്കെ ഉണ്ട്. അല്ല, അവന് പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഒന്നും ഇല്ലെന്നല്ലേ സ്വാതി പറഞ്ഞത്. എന്നിട്ട് പിന്നെ അവൻ എന്തിനാ ഈ സ്വാതിയുടെ പിന്നാലെ നടക്കണമെന്ന് എനിക്കറിയില്ലാത്ത. അതിനുള്ള ഉത്തരവും കൊടുത്തിട്ടുണ്ടല്ലോ. മാധവ മേനന്റെ, അതായത് അച്ഛന്റെ സ്കോളർഷിപ്പ് ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്കോളർഷിപ്പിലാണ് അവൻ പഠിച്ചു വളർന്നതെന്ന്. അതുകൊണ്ട് അവന് ചിലപ്പോൾ ഈ കുടുംബത്തോട് സിമ്പതി കാണായിരിക്കും. അതുകൊണ്ടായിരിക്കും സാദിയുടെ ഇവിടെ കൊണ്ടുവിടാൻ വന്നേന്നൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും ആട്ടെ, എനിക്കെന്തോ ഒട്ടും കൂടി പിടിച്ചില്ല. ഇടയ്ക്ക് നീ സ്വാതിയോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം, അവനെ കുറിച്ചൊന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, അതിനെന്താ സേതുവേട്ടാ, ഞാൻ ചോദിക്കാം. പക്ഷെ അതൊന്നും അല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രശ്നം. എന്താ? ഋതുവാന്ന് പറഞ്ഞു. പിന്നെ ഋതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സേതുവിനോട് പറയണം. സേതു പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡോക്ടറെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ചാലോ എന്ന് ചോദിച്ചു. ഒടുവില് ഡോക്ടറെ അടുത്ത് ചെന്ന് അവർ കാര്യങ്ങളൊക്കെ പറയണം. ഋതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ ഋതുവായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. നിങ്ങളും കൂടെ വേണം. എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാം ഒപ്പം നിൽക്കുന്ന സമയത്ത് വേണം അവളോട് സംസാരിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഋതുവിനെ കാണാനായിട്ട് കയറി ചെല്ലുന്ന സമയത്ത് ഡോക്ടർ ഋതുവിന് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഋതുവിനോട് പറഞ്ഞു, ഋതു, നിന്റെ കുഞ്ഞാണിത്, അറിയാലോ. നീ വേണം ഇതിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു, എന്റെ ഡോക്ടറെ, ഞാൻ ഡോക്ടറോട് ആദ്യമേ പറഞ്ഞ കാര്യമല്ലേ, എനിക്ക് ഈ കുഞ്ഞിനെ നോക്കാനൊന്നും പറ്റില്ലെന്ന്. ഡോക്ടർക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, എന്തൊക്കെയാ ഋതു നീ പറയണേ? നിനക്കെന്താ സമനില തെറ്റിയോന്ന് ചോദിച്ചു. അമ്മേ, ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം ഇത്. ഇതിന് ഇപ്പോഴും ഒരു മാറ്റം എനിക്കില്ലാന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം തീരുമാനിച്ച് തന്നെ എനിക്ക് ഈ കുഞ്ഞിനെ നോക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ കുഞ്ഞിന്റെ അച്ഛനോട് നിപ്പുണ്ടല്ലോ, അയാളോട് നോക്കാൻ പറ. അത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, അതെ, കുഞ്ഞ അതിന് നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാ, അല്ലാതെ എനിക്കല്ലെന്ന് പറഞ്ഞു. നീ ഒന്ന് പോടാ അവിടുന്ന്. അവൻ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ. ഒടുവിൽ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് മനസമാധാനമാണ് ഈ സമയത്ത് വേണ്ടെങ്കിൽ ഡോക്ടർ ഒരു കാര്യം ചെയ്യാം, ആ ഇന്ദ്രൻ എന്ന് പറയുന്ന പിശാചിനെ ഇവിടെ നിറക്കി വിടുക. അവൻ ഈ മുറിയിൽ നിന്നാൽ തന്നെ എനിക്ക് മനസമാധാനക്കേടായിരിക്കും. കുഞ്ഞിന്റെ അച്ഛനാന്നും പറഞ്ഞ് ഞെളിഞ്ഞു വന്ന് അവൻ നിൽക്കുക. അവനെ പോലെ ഒരു വൃത്തികെട്ടവനെ എന്റെ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ ഇന്ദ്രന്റെ നേരെ തിരിയാണ്. ഇന്ദ്രന്റെ ആകെപ്പാടെ നാണം കെട്ടുപോയി. ആ സമയം സേതു പറഞ്ഞു, എടാ ഇന്ദ്ര, നീ പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. എന്തിനാ സേതു ഞാൻ എന്തിനാ പുറത്ത് നിൽക്കുന്നേ? എടാ നിന്നോട് പറയുന്ന അനുസരിക്ക്, നീ ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് സേതു അവനെ വിളിച്ചോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോയി. ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അതെ,
എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. ഋതുവിന്റെ കാര്യത്തിലും കുഞ്ഞിന്റെ കാര്യത്തിലും ഒക്കെ. പിന്നീട് സേതുവിനോടും പല്ലവിയോടും ആയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എൻ്റെ ക്യാബിനിലേക്ക് വാ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സേതുവിനും പല്ലവിയെ ഡോക്ടർ മുറിയിലേക്ക് വിളിപ്പിക്കുകയാണ്, ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, ഈ കണ്ടീഷനിൽ പോകണമെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഋതുവിന് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. അത് കേട്ട പല്ലവി പറഞ്ഞു, നല്ല കാര്യം ഡോക്ടറെ, വീട്ടിൽ ചെല്ലുവാണെങ്കിൽ കുറച്ചൊരു സമാധാനം ആയെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. കാരണം അവരുടെ മെന്റൽ ഹെൽത്ത് ഇപ്പോൾ ഒട്ടും ഓക്കെ അല്ല. അത് മാത്രമല്ല, കുഞ്ഞിന് ചിലപ്പോൾ എന്തൊക്കെയാലും സംഭവിക്കുമെന്നും പറയാൻ പറ്റില്ല. അവരുടെ സ്വഭാവം ആയതുകൊണ്ട് കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. അവർ മെന്റലി അത്ര സ്ട്രോങ് ഒന്നും അല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ നോക്കിയോളാം, കുഞ്ഞിന്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചോളാം, ഡോക്ടർ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഋതുവിന് വേണ്ടുന്ന മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഞാൻ തരാം, അത് ഒരു കാരണവശാലും കഴിക്കാതിരിക്കരുത്, അത് എങ്ങനെയും നിർബന്ധിച്ച് കൊടുപ്പിക്കണം, അറിയാലോ, അതൊക്കെ ഞാൻ ചെയ്തോളാം ഡോക്ടറെ, ഋതുവിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവി ഋതുവിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് ഡോക്ടറോട് സമ്മതിക്കുകയാണ്. അപ്പൊ ഡോക്ടർ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തായിരുന്നു, ഋതുവിനെ എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ചിലർക്ക് ഇങ്ങനെയാണ്, കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആദ്യത്തെ കുഞ്ഞൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇത് അതുക്കും മേലെയാണ്. കാരണം ആദ്യം വയറ്റിലായപ്പോ തൊട്ട് വേണ്ട വേണ്ട എന്നൊരു ചിന്താഗതിയായിരുന്നു ഋതുവിന്. അത് പല്ലവിക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇന്ദ്രന്റെ കുഞ്ഞായതുകൊണ്ടാണ്, അവനെപ്പോലെ ഒരു ചതിയന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഋതു അങ്ങനെ പറയുന്നത് പോലും. അത് പല്ലവിക്കൊക്കെ അറിയാം. പക്ഷെ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവുന്നു ഒരു കാരണവശാലും ഇല്ല. അങ്ങനെ അവർ ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സേതു പല്ലവിയോട് ചോദിച്ചു, പല്ലവി നിനക്ക് നോക്കാൻ പറ്റുമോ കുഞ്ഞിനെ എന്ന് ചോദിച്ചു. എന്താ സേതുവേട്ടാ അങ്ങനെ ഒരു ചോദ്യം? ഞാൻ നോക്കിക്കോളാം, പൊന്നു പോലെ അവളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എനിക്ക് പണ്ട് തൊട്ട് കുഞ്ഞു പിള്ളേരെ ഇഷ്ടമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, ചെറിയ കാര്യമൊന്നുമല്ല, നിസ്സാര കാര്യമല്ല, ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാന്ന് പറഞ്ഞാല് അറിയാലോ, ഋതു തിരിഞ്ഞു പോലും നോക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം അവൾ തിരിഞ്ഞു പോലും നോക്കില്ലാന്ന്. പക്ഷേ ഇത് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണെങ്കിലും എനിക്ക് അവളെ വേണം, കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സേതുവും പല്ലവിയും കുഞ്ഞിനെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു, ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? അവളല്ലേ നോക്കണ്ടേ, അവളല്ലേ കുഞ്ഞിന്റെ തള്ള, പിന്നെന്തിനാ നിങ്ങൾ നോക്കണമെന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട്. അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, നിന്റെ കയ്യിലിപ്പോണ്ടാടാ, നീ മാന്യമര്യാദയ്ക്ക് അവളെ സ്നേഹിച്ച് കൂടെ പിടിച്ച് കൊണ്ടു നടക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതികേടൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ അതിന് പകരം നീ അവളെ ഉപദ്രവിക്കുകയോ മാനസികമായിട്ട് പീഡിപ്പിക്കുകയോ ചെയ്തേ. അങ്ങനെയുള്ള നിന്റെ കുഞ്ഞിന് ഒരിക്കലും അവൾ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അവളെന്നല്ല ഒരു പെണ്ണും ആഗ്രഹിക്കില്ല, അത്ര വൃത്തിയായിട്ടവനാ നീ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഇതേ പല്ലവി വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അനാവശ്യമൊന്നുമല്ല, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇതേ പിന്നെ ഞാൻ കുഞ്ഞിനെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്, കുഞ്ഞിനെ കാണാനെന്നും പറഞ്ഞുകൊണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ തന്നെ പ്രീമേച്ചർ ബേബി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞിന് കുറെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിന്നോടൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് ഉമ്മ വെക്കാൻ ശ്രമിക്കരുതെന്ന് ചെയ്യരുതെന്ന്. പല്ലവിയുടെ കാണിക്കൽ അവനങ്ങനെ ചെയ്തില്ലെങ്കിലും പല്ലവി അങ്ങോട്ട് മാറുമ്പോൾ അതൊക്കെ ചെയ്യും. പല്ലവിക്ക് അറിയാം അങ്ങനെയൊക്കെ വന്നിട്ട് കുഞ്ഞിന് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പല്ലവി ഈ വഴക്ക് പറയണേ. പക്ഷെ അത് ഇന്ദ്രന്റെ തലയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഋതുവിനെ കൊണ്ട് എല്ലാവരും പൊന്നുമടം വീട്ടിലേക്ക് വരുവാണ്. ഹാരതിയൊക്കെ ഒഴിഞ്ഞാണ് പൂർണ്ണിമയൊക്കെ അകത്തേക്ക് അനയിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.